അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ കുറെ സംഘിക്കുട്ടന്മാരുടെ കരച്ചിൽ ഞാൻ കണ്ടു. വേടൻ അഹങ്കാരമാണ്, വേടൻ ഭയങ്കര തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്, വേടൻ ഷോ ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ടു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, റൂമിലുള്ള പയ്യനുമായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, എടാ അവൻ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ആ സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. ആ സാമ്രാജ്യം അവനായിട്ട് ഉണ്ടാക്കിയെടുത്തതിൻ്റെതായിട്ടുള്ള എല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. അത് അഹങ്കാരമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ എന്തുകൊണ്ട് കുറച്ചൊന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൂടാ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഗമ കാണിച്ചുകൂടാ? ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദമായിട്ടും അവരുടെ ആശയമായിട്ടും അവരുടെ രാഷ്ട്രീയമായിട്ടും മുന്നിലേക്ക് നിൽക്കുന്ന വേടൻ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ച് ഇത്രയും വലിയൊരു മഹാത്മാവെന്നുള്ള രീതിയിൽ വരെ നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിൽ വളർന്നൊരു വേടൻ, ആ വേടൻ എന്തുകൊണ്ട് അഹങ്കരിച്ചുകൂടാ? അവൻ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യത്തിൽ നിന്ന് അവൻ അഹങ്കരിക്കുന്നതിന് ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? അവൻ അഹങ്കരിക്കുന്നതിലല്ല ബുദ്ധിമുട്ട്. വേടൻ എന്ന് പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അവൻ അഹങ്കരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം, അല്ലെങ്കിൽ അവൻ മുന്നിലേക്ക് വരുന്നതിൽ, ഉയർന്നു വരുന്നതിലാണ് ഇവർക്ക് വിഷമം.